നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കിലിയൻ എംബാപ്പെ ഗോൾ ക്ഷാമം തീർത്തു. ലലീഗയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഗോൾ വന്നു. സാന്റിയാഗോ ബെർണാബുവില് അദ്ദേഹം ആദ്യ ഗോൾ അടിച്ചതിന് പിന്നാലെ രണ്ടാമത്തെ ഗോളും ഇത്തവണ പെനാൽറ്റിയിലൂടെ അദ്ദേഹം നേടി. എംബാപ്പെ ഗോൾ ക്ഷാമം തീർത്തു. വിനി ജൂനിയർ എംബാപ്പയ്ക്ക് പെനാൽറ്റി കൊടുത്തു. കിടിലൻ ഇൻക്രെഡിബിൾ ബാക്ക് ഹില്ലർ പാസുമായിട്ട് ഫെഡെ വാൽവെർദെ മിന്നിക്കത്തി. അങ്ങനെ റയൽ മാഡ്രിഡ് റയൽ ബെറ്റിസിന് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. 2 ഗോളുകളും കിലിയൻ എംബാപ്പയുടെ വക. റയൽ മാഡ്രിഡിന്റെ ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോഡ്രിഗോയും കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മത്സരത്തിലെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. റയലിന് ഗോളടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശയുണ്ടാക്കിയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 67-ാമത്തെ മിനിറ്റിലാണ് ഫെഡെ വാൽവെർദെയുടെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് ഹില്ലർ പാസിനെ തുടർന്ന് കിലിയൻ എംബാപ്പെ അത് ഫിനിഷ് ചെയ്യുന്നത്, റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നത്. അധികം വൈകാതെ റയലിന് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുന്നു. പെനാൽറ്റി കിലിയൻ എംബാപ്പയാണ് എടുക്കുന്നത്. അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു. 2-0. ഒടുവിൽ ആ സ്കോർ ലൈനിൽ റയൽ മാഡ്രിഡ് വിജയിച്ചു കയറുകയും ചെയ്തു. ഏതായാലും എംബാപ്പയുടെ ഗോൾ ക്ഷാമം, വിമർശനം ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. 4 കളികളിൽ നിന്ന് 8 പോയിന്റുമായിട്ട് റയൽ ഇപ്പോൾ ബാഴ്സക്ക് പുറകിൽ 2ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.